നമസ്കാരം. തദ്ദേശ സ്ഥാപനങ്ങളിലേക്കുള്ള ജനഹിതം കഴിഞ്ഞു. ഇനി എന്ത് എന്ന ചോദ്യമാണ് ഞാനും നിങ്ങളും ചോദിക്കുന്നത്. അതത് തദ്ദേശ സ്ഥാപനങ്ങളിൽ അധ്യക്ഷന്മാർ ചുമതലയേറ്റു. പ്രസിഡന്റിനോടൊപ്പം എന്ന നമ്മുടെ ഈ പങ്ക്തി ഇവിടെ ആരംഭിക്കുകയാണ്. അതത് പഞ്ചായത്തുകളിലെ അധ്യക്ഷന്മാർക്ക് വികസന കാഴ്ചപ്പാടുകൾ ജനങ്ങളോട് പങ്കുവയ്ക്കാനുള്ള ഒരു അവസരമാണ് ഞങ്ങൾ ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഇന്ന് നമ്മോടൊപ്പം ഉള്ളത് ശ്രീകണ്ഠപുരം നഗരസഭ ചെയർമാൻ അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണനാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ്, അതുപോലെ തന്നെ മുൻ മന്ത്രിയായിരുന്ന കെ സി ജോസഫിൻ്റെ അസിസ്റ്റന്റ് പ്രൈവറ്റ് സെക്രട്ടറി ആയിട്ടും, അതുപോലെ തന്നെ KSUവിൻ്റെ ഉന്നത ഭാരവാഹിത്വങ്ങൾ വഹിച്ചും, DCC നിർവാഹക സമിതി അംഗം തുടങ്ങിയ ഒട്ടനവധി മേഖലകളിൽ തൻ്റെ പ്രവർത്തന വൈദഗ്ധ്യം തെളിയിച്ചിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ്. ഇദ്ദേഹം ഇപ്പോൾ ഒരു ഔദ്യോഗിക ഉത്തരവാദിത്തത്തിലേക്കാണ് നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. ശ്രീകണ്ഠപുരം നഗരസഭയുടെ ചെയർമാനായി അദ്ദേഹം സ്ഥാനം ഏറ്റെടുത്തു കഴിഞ്ഞു. ഇദ്ദേഹം മുൻപോട്ട് വെക്കുന്ന കാഴ്ചപ്പാടുകൾ എന്താണ് എന്നാണ് നമുക്ക് ഈ അവസരത്തിൽ ഇദ്ദേഹത്തോട് തന്നെ ചോദിച്ചറിയാം. അഡ്വക്കേറ്റ് ഇ വി രാമകൃഷ്ണൻ, നമസ്കാരം. നമസ്കാരം. ഇത്തരം ഒരുപാട് സേവന പ്രവർത്തനങ്ങൾ മേഖലകളിൽ പാർട്ടി ഭാരവാഹിത്വങ്ങളിലെല്ലാം ഉന്നത പദവികൾ അലങ്കരിച്ചിട്ടുണ്ട്. ശ്രീകണ്ഠപുരം നഗരസഭയുടെ അധ്യക്ഷനായി വരുമ്പോൾ ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ആദ്യമായിട്ടാണ്. അപ്പം ഏത് രീതിയിലാണ് നമ്മുടെ ഈ നഗരസഭയുടെ വികസന പ്രവർത്തനങ്ങളെ ആദ്യം പടി എന്ന നിലയിൽ നോക്കിക്കാണുന്നത്? ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് ഒരുപാട് പരിമിതികളുണ്ട്. കാരണം ബഹുമാനായ KC ജോസഫ് മന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ശ്രീകണ്ഠപുരം നഗരസഭയായി ഉയർത്തിയത്. കഴിഞ്ഞ 10 വർഷക്കാലമായി UDFൻ്റെ ഭരണത്തിന് കീഴിലാണ് ശ്രീകണ്ഠപുരം നഗരസഭ. പക്ഷേ നഗരസഭയുടേതായ ഒരു രീതിയിലേക്ക് നമുക്ക് ഉയരാൻ സാധിച്ചിട്ടില്ല. എന്നുവെച്ചാൽ നമ്മുടെ മേഖല എന്ന് പറയുന്നത് ഗ്രാമീണ പശ്ചാത്തലമുള്ള മേഖലയാണ്. ഇവിടെ വ്യാവസായിക സ്ഥാപനങ്ങൾ കുറവാണ്. അപ്പോൾ തൊഴിൽ നൽകാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നില്ല. ഉദ്യോഗസ്ഥന്മാരിൽ തന്നെ വളരെ പരിമിതമായ ആളുകളാണ് നമ്മുടെ മേഖലയിലുള്ളത്. അപ്പോൾ ശ്രീകണ്ഠപുരത്തെ ഒരു ഹൈടെക് സിറ്റിയാക്കി മാറ്റുക എന്നതാണ് ഒരു പ്രഥമ പരിഗണന. വളരെ പെട്ടെന്ന് തന്നെ ശ്രീകണ്ഠപുരത്തിൻ്റെ നഗരം ഒരു 7 മണി കഴിഞ്ഞാൽ ഉറങ്ങുന്ന ഒരു അന്തരീക്ഷത്തിലാണ് നമ്മുടെ ശ്രീകണ്ഠപുരം ഉള്ളത്. അപ്പോൾ മറ്റു പ്രദേശങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ചെങ്ങളായി കണിയാർ വയൽ പോലും ഒരു 11 മണി വരെയൊക്കെ ബിസിനസ്സൊക്കെ തുറന്നിരിക്കുന്ന ഒരു സമയത്ത് ശ്രീകണ്ഠപുരത്ത് 7 മണിക്ക് ശേഷം പല കടകളും അടഞ്ഞു കിടക്കുന്നു എന്നതാണ് ഒരു യാഥാർത്ഥ്യം. ഇന്ന് സമൂഹത്തിലെ ആളുകൾ ഇറങ്ങുന്നത് വൈകുന്നേരങ്ങളിലാണ്. കാരണം അവരുടെ ജോലി തിരക്കൊക്കെ കഴിഞ്ഞ് മക്കളെയും കൂട്ടി ടൗണിൽ വന്ന് ഒന്ന് എൻജോയ് ചെയ്ത് പോകാനുള്ള ഒരു സാഹചര്യമാണ് ആളുകൾ പ്രതീക്ഷിക്കുന്നത്. പക്ഷേ ശ്രീകണ്ഠപുരത്ത് അതിനാവശ്യമായ സൗകര്യങ്ങളില്ല. നമുക്കറിയാം, സർക്കാർ മേഖലയിൽ ഒരുപാട് പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ശ്രീകണ്ഠപുരം ടൗണിൻ്റെ മുഖച്ഛായ മാറ്റുക എന്നുള്ളതാണ് ഒരു പ്രഥമ പരിഗണന. നമ്മുടെ നഗരസഭയ്ക്ക് ഒരു ജൈവ വൈവിധ്യ പാർക്കുണ്ട്. അത് അടഞ്ഞു കിടക്കുകയാണ്. ആ പാർക്കിനെ കൊണ്ട് യാതൊരു പ്രയോജനവും ജനങ്ങൾക്ക് ഇല്ല. നമുക്കറിയാം, ഒരു മനോഹരമായ പാർക്കാണത്. ഒരുപാട് പൂമ്പാറ്റകളും പക്ഷികളുമൊക്കെ വസിക്കുന്ന ഒരു മേഖല. വളരെ മനോഹരമായ ഒരുപാട് അപൂർവമായ മരങ്ങൾ നിലനിൽക്കുന്നൊരു പ്രദേശം. അവിടെ കുട്ടികളുടെ ഒരു പാർക്കടക്കം തുറന്നുകൊണ്ട് ആ ജൈവവൈദ്യ പാർക്കിൻ്റെ മനോഹാരിത നഷ്ടപ്പെടാതെ അതിനെ ഒരു പാർക്കാക്കി മാറ്റുക എന്നുള്ളതിനാണ് ഒരു പ്രഥമ പരിഗണന നൽകുന്നത്. ആദ്യ നടപടി എന്ന രീതിയിലേക്ക് കടക്കുന്നതാണ്. അതുപോലെ തന്നെ ശ്രീകണ്ഠപുരം നഗരം രാത്രിയിലും ഒരു 10-11 മണി വരെ ഉണർന്നിരിക്കാൻ ആവശ്യമായ ഒരു നടപടികൾ സ്വീകരിക്കും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്വകാര്യ മേഖലയിൽ ശ്രീകണ്ഠപുരത്ത് ഒരു തിയേറ്റർ സമുച്ചയം ആരംഭിക്കാൻ വേണ്ടി പോവുകയാണ്. ആ തിയേറ്റർ സമുച്ചയം അതിൻ്റെ MDയുമായി ബന്ധപ്പെട്ട് എത്രയും പെട്ടെന്ന് ദ്രുതഗതിയിൽ വർക്ക് ആരംഭിച്ച് മുന്നോട്ട് പോകാനുള്ള ഒരു പ്രവർത്തനം നമ്മൾ നടത്തും. കാരണം അത് ടൗൺ പ്ലാനിൻ്റെ അനുമതിക്കായി കാത്തിരിക്കുകയാണ് എന്നതാണ് എനിക്ക് ലഭ്യമായ വിവരം. അത്തരത്തിലുള്ള എല്ലാ പ്രശ്നങ്ങളും പരിഹരിച്ച് നഗരസഭയുടെ ഭാഗത്തു നിന്നും ഒരു തിയേറ്റർ സമുച്ചയം അടിയന്തരമായി ശ്രീകണ്ഠപുരത്തേക്ക് കൊണ്ടുവരാൻ ആവശ്യമായ നടപടികൾ സ്വീകരിക്കും.
നമുക്കറിയാം ഒരു നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു സ്പോർട്സ് രംഗത്ത് ശ്രീകണ്ഠപുരം വളരെ പിന്നോക്കം നിൽക്കുന്ന ഒരു സാഹചര്യമാണുള്ളത്. അതുകൊണ്ട് തന്നെ ഒരു മനോഹരമായ ഒരു കോർട്ട് നിർമ്മിക്കുക എന്നതാണ് പരമപ്രധാനം. നമുക്കറിയാം നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് കീഴിൽ കോട്ടൂരിൽ നമുക്ക് ആവശ്യമായ ഒരു മൈതാനമുണ്ടെങ്കിൽ പോലും നമ്മുടെ നഗരസഭാ സ്റ്റേഡിയത്തിന്റെ സ്ട്രക്ചർ ഇന്നുവരെ ഒരു മാറ്റം വന്നിട്ടില്ല. അത് പഞ്ചായത്തായ കാലം മുതലേ ഉള്ള ആ സ്ട്രക്ചറിന് മാറ്റം വരുത്താൻ വേണ്ടി നമുക്ക് കഴിഞ്ഞില്ല. നമുക്ക് MLA-മാരുണ്ട്, MP-മാരുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷെ ഒരു സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ചെയ്യാനുള്ള ഒരു രാഷ്ട്രീയ ഐക്യം നമ്മുടെ ശ്രീകണ്ഠപുരത്തിന് ഉണ്ടാക്കാൻ വേണ്ടി കഴിയില്ല. അതിനൊരു മുൻതൂക്കം കൊടുത്തുകൊണ്ട് ഒരു നഗരസഭയുടെ ഫണ്ട് കൊണ്ട് മാത്രം അതിനൊരു ഉണ്ടാക്കാൻ പറ്റും എന്ന് നമുക്ക് തോന്നുന്നില്ല. അപ്പം അത്തരത്തിലുള്ള കൂട്ടായ്മ കൂടി സ്വരൂപിച്ചുകൊണ്ടുള്ള ഒരു പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കാൻ വേണ്ടി ഒരിക്കലും പറ്റില്ല. കാരണം നഗരസഭയുടെ ഫണ്ട് എന്ന് പറയുന്നത് പര്യാപ്തമാണ്. നമുക്കറിയാം. കാരണം നഗരസഭയുടെ ഫണ്ട് എന്ന് പറഞ്ഞാൽ റോഡ്, ചെറിയ ചെറിയ പാലങ്ങൾ, അങ്ങനെയുള്ളതിനാണ് നമ്മൾ ഇതുവരെ പ്രഥമ പരിഗണന കൊടുത്തത്. കാരണം നമ്മുടെ എല്ലാ റോഡുകളും ഗ്രാമീണ റോഡുകളാണ്. ടാറിങ് പൂർത്തിയായിട്ടില്ല, ഇനിയും പൂർത്തിയാവേണ്ടതുണ്ട്. അപ്പോൾ നമ്മുടെ പശ്ചാത്തല മേഖലയിൽ ആളുകൾക്ക് ഗതാഗത യോഗ്യമായ റോഡുകൾ വേണമെന്ന രീതിയിലാണ് പ്രഥമ പരിഗണന നമ്മൾ അതിന് നൽകിയത്. ഇനിയും അത് പൂർത്തിയാവാനുണ്ട്. കാരണം നഗരസഭയുടെ ഫണ്ട് പരിമിതമാണ്. അത് യൂട്ടിലൈസ് ചെയ്യുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അപ്പോൾ സ്വാഭാവികപരമായും നമുക്ക് ഒന്നുകിൽ ഗവൺമെൻറ്, സ്റ്റേറ്റ് ഗവൺമെൻറ്, അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ്, അതല്ലെങ്കിൽ MP, MLA എന്നിവരുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് മാത്രമേ നമുക്ക് ഈ സ്റ്റേഡിയം നന്നാക്കാൻ സാധിക്കും. ഒരു പരിമിതി, നമ്മൾ അന്നൊരു കൃഷിസ്ഥലമാണ് അതിനുവേണ്ടി തിരഞ്ഞെടുത്തത്. അത് നമുക്കാരെയും കുറ്റം പറയാൻ കഴിയില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ മറ്റ് സ്ഥലങ്ങളിൽ എന്ന് പറഞ്ഞാൽ വലിയ വില കൊടുത്ത് വാങ്ങേണ്ട ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ ആ സ്ഥിതിയിൽ അന്ന് ലഭ്യമായ സ്ഥലം എന്ന രീതിയിലാണ് അത് നമ്മൾ എടുത്തത്. അപ്പോൾ അതിനകത്ത് ഒരു പരിവർത്തനം വരുത്തണമെങ്കിൽ അതിന്നും നിലമായി കിടക്കുകയാണ്. നമ്മളതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കണം. അതായത് നമ്മുടെ സ്റ്റേഡിയം ഇന്നും നിലമായിട്ടാണ് വയൽപ്രദേശമായിട്ടാണ് റെക്കോർഡുകൾ നിലനിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു മണ്ണിട്ട് ഉയർത്തി കുറച്ചുകൂടെ ഒരു മനോഹാരിതമാക്കാനുള്ള നിയമപരമായ തടസ്സങ്ങളുണ്ട്. അപ്പോൾ ആ നിയമപരമായ തടസ്സങ്ങൾ നീക്കി അത് കുറച്ചുകൂടെ ഉയർത്തി അതിന് ഒരു ബൗണ്ടറി ഫിക്സ് ചെയ്തുകൊണ്ട് ആ സ്റ്റേഡിയം മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ മുമ്പിലുള്ള ഒരു പരിഗണന. അപ്പോൾ ഈ കളിസ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു. അപ്പോൾ തൊട്ടടുത്ത് നമ്മൾ ചെങ്ങളായി പഞ്ചായത്തും ഇതേ വയൽപ്രദേശം തന്നെയാണ്. അവർ ഈ പറഞ്ഞ പോലെ അതിനെ കരപ്രദേശമാക്കി മാറ്റി അതിന് MLA ഫണ്ടൊക്കെ ഉപയോഗിച്ച് വികസന പ്രവർത്തനം നടന്നുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഒരു ആവർത്തനം നമുക്കും പ്രതീക്ഷിക്കാം. അപ്പോൾ ശ്രീകണ്ഠപുരം പട്ടണത്തിനെ സംബന്ധിച്ച്, നമ്മുടെ ഒരു നഗരസഭയുടെ ക്യാപിറ്റൽ എന്ന് പറയുന്ന ശ്രീകണ്ഠപുരം പട്ടണത്തെ സംബന്ധിച്ച് നമുക്കൊരു നല്ലൊരു ഹോസ്പിറ്റലില്ല, സൗകര്യങ്ങളില്ല. നമ്മുടെ ബസ് സ്റ്റാൻഡിന് തന്നെ പരിമിതികളുണ്ട്. നല്ല ഒരു ഡ്രസ്സിൽ വന്ന് ഇരുന്ന് ഒരു യാത്രക്കാരന് ഇരിക്കാൻ പറ്റിയ ഒരു സൗകര്യമില്ല, ഒരു മുലയൂട്ടൽ കേന്ദ്രമില്ല. അതുപോലെ ശ്രീകണ്ഠപുരം പട്ടണത്തിന് ഒരുപാട് പോരായ്മകൾ. നല്ലൊരു വെളിച്ചം ശരിക്കും പറഞ്ഞാൽ രാത്രികാലങ്ങളില്ല. ഇപ്പോൾ സിഗ്നൽ സംവിധാനം തന്നെ മാസങ്ങളായി, എൻ്റെ ഉദ്ദേശത്തിൽ ഒരു 7-8 മാസത്തോളായി നമ്മുടെ സിഗ്നൽ സംവിധാനം പോലും തകരാറിലായിട്ട്. ഇപ്പോൾ ഒരു 6 മണിക്ക് തന്നെ സിഗ്നൽ ഓഫാകുന്ന ഒരു അവസ്ഥയാണ്. ഇങ്ങനെയുള്ള ഒരുപാട് പരിമിതികൾ, എടുത്തു പറയത്തക്ക ഒരുപാട് സംഭവങ്ങൾ ശ്രീകണ്ഠപുരം പട്ടണത്തെ സംബന്ധിച്ചുണ്ട്. ഇതിൽ നിന്നെല്ലാം ഒരു മാറ്റം ഉടൻ തന്നെ, അത് ട്രാഫിക് സംവിധാനങ്ങളിലുണ്ട്. നമുക്കൊരു ബസ് വേ ഇല്ല, ടൗൺ അടുത്ത പ്രദേശങ്ങളിൽ ബസ് സ്റ്റോപ്പ് ചെയ്യുന്ന ക്രമീകരണമില്ല. ഇതൊക്കെ ടൗണിൻ്റെ ഒരു ട്രാഫിക് സംവിധാനം പോലും ഒരു പൊളിച്ചെഴുതേണ്ട ഒരു ഘട്ടമുണ്ട്. ഇതിനൊക്കെ ഒരു പരിഗണന കൊടുക്കാൻ വേണ്ടി കഴിയുമോ? തീർച്ചയായും പരിഗണന കൊടുക്കും. അതായത് ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് നമുക്കറിയാം, കടകൾ ഒരു 7-8 മണിയാകുമ്പോൾ തന്നെ ഉറങ്ങുന്നു. അതോടൊപ്പം തന്നെ നമുക്കറിയാം ഒരുപാട് ലൈറ്റുകളൊക്കെ സ്ഥാപിച്ചിട്ടുണ്ട്, MP-യുടെയും MLA-യുടെയും ഒക്കെ ലൈറ്റുകൾ. പക്ഷെ അതൊക്കെ ഒരു വർഷം കഴിയുമ്പോഴേക്കും അത് നശിച്ചു പോകുന്ന ഒരു സാഹചര്യമാണ് നമ്മുടെ മുമ്പിലുള്ളത്. അത് ശ്രീകണ്ഠപുരത്തിൻ്റെ മാത്രം ഒരു പ്രതിഭാസമായി നമുക്ക് കാണാൻ സാധിക്കില്ല. എല്ലാ മേഖലയിലും 4, 5, 6 ലക്ഷം രൂപ മുടക്കി ചെയ്യുന്ന ഈ ലൈറ്റിംഗ് സംവിധാനം വളരെ പെട്ടെന്ന് തന്നെ പരാജയപ്പെട്ടു പോകുന്നു. അതുമാത്രമല്ല, നമ്മൾ ശ്രീകണ്ഠപുരം നഗരസഭയിൽ അങ്ങോളം ഇങ്ങോളം വെച്ച ലൈറ്റുകളും നമുക്കതിൻ്റെ പരിമിതികൾ എന്ന് പറഞ്ഞാൽ, ഇതിന് ചില ഓതറൈസ്ഡ് ഏജൻസി ഉണ്ട്. ആ സ്റ്റേറ്റ് ഗവൺമെൻറ് പറയുന്ന നമ്മുടെ ഗവൺമെൻറ് ഓർഗനൈസേഷൻ പെട്ട ആളുകൾക്ക് മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള സംവിധാനം കൊടുക്കാൻ പറ്റൂ. നമുക്ക് തോന്നിയ ആളുകൾക്ക് കൊടുത്ത് ചെയ്യിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ അവർ വെക്കുന്ന ലൈറ്റുകളൊക്കെ ഏതാണ്ട് ഒരു 6 മാസം ആകുമ്പോഴേക്ക് തന്നെ തകരാറിലാവും. ഇത് പരിഹരിക്കാൻ നമ്മൾ ആവശ്യപ്പെട്ടാൽ അത് ഇന്ന് വരാം നാളെ വരാം എന്ന് പറഞ്ഞ് വർഷങ്ങളോളം നീളുന്നൊരു സാഹചര്യമാണുള്ളത്. അപ്പോൾ നിയമ നടപടികൾ എടുക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പരിഹാരമായി നമുക്ക് കാണാൻ സാധിക്കുന്നില്ല. ഇപ്പോൾ ശ്രീകണ്ഠപുരത്തിൻ്റെ MLA-യുടെ ഇത് നമുക്ക് 2-3 ലൈറ്റുകളുണ്ട് ശരിക്കും പറഞ്ഞാൽ. അതിൽ പകുതിയോളം
നശിച്ചുപോയിരിക്കുകയാണ്. അത് അടിയന്തരമായി പുനഃസ്ഥാപിക്കുക എന്നതാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതോടൊപ്പം തന്നെ തുടർന്ന് അങ്ങോട്ട് നഗരത്തിൻ്റെ പാലത്തിൽ ഒരു മനോഹരമായ ഒരു ലൈറ്റിംഗ് സംവിധാനം അടിയന്തരമായി വരാൻ പോകുന്നു. സ്വകാര്യ വ്യക്തി അതിനനുസൃതമായി ഞങ്ങളുമായി നഗരസഭയുമായി സംസാരിക്കുകയും അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. സാങ്കേതികമായ 1-2 പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ടാണ് അത് തുടങ്ങാത്തത്. ശ്രീകണ്ഠപുരത്തെ പാലം അതിമനോഹരമാക്കി മാറ്റാൻ നമുക്ക് ഈ ഒരു 2 മാസത്തിനുള്ളിൽ തന്നെ നമുക്ക് അതിനാവശ്യമായ നടപടികൾ സ്വീകരിക്കാൻ പറ്റും. അതോടൊപ്പം തന്നെ കേടായ വഴിവിളക്കുകളെല്ലാം മാറ്റി മനോഹരമാക്കാൻ നമുക്ക് സാധിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാൻ. അതുപോലെ തന്നെ നമ്മുടെ പട്ടണത്തിൻ്റെ ഏറ്റവും വലിയ പോരായ്മ ഒരു ടൗണിൽ ഒരു പാർക്കിംഗ് സംവിധാനം. ഇപ്പം നമ്മുടെ എന്ത് പറയുമ്പോൾ എല്ലാ ടൗണുകളും അഭിമുഖീകരിക്കുന്ന ഒരു പ്രശ്നമാണ് പാർക്കിങ്ങിൻ്റെ സ്ഥലപരിമിതി. അത് ശ്രീകണ്ഠപുരം പട്ടണത്തിൽ നല്ലപോലെയുണ്ട്. എങ്കിൽ പോലും ഉള്ള സ്ഥലങ്ങൾ അതായത് എഞ്ചിനീയറിംഗ് വിഭാഗത്തെ കൊണ്ട് വരയിട്ടുകൊണ്ട് ഒരു പാർക്കിംഗ് ബോർഡ് വെച്ചുകൊണ്ട് ഒരു ക്രമീകരണം ഇന്ന് വരെ ഏർപ്പെടുത്താൻ വേണ്ടി കഴിഞ്ഞില്ല. എവിടെ വാഹനം വെച്ചാലും പോലീസ് വരുന്നു, സ്റ്റിക്കർ ഒട്ടിക്കുന്നു, പരിവാഹൻ സൈറ്റിൽ ഈ നമ്മുടെ ഫൈൻ ഈടാക്കുന്നു. ആ ഒരു സാഹചര്യം ശ്രീകണ്ഠത്തെ സംബന്ധിച്ച് ധാരാളമായ പരാതികളുണ്ട്. അപ്പോൾ അതിനൊരു അടിയന്തര പരിഹാരം എന്ന നിലക്ക് ഒരു പാർക്കിംഗ് സൗകര്യത്തിന് കൃത്യമായ ഒരു ബോർഡ് പ്ലാൻ ചെയ്തുകൊണ്ട് വാഹനം വെക്കാൻ പാടില്ല ഒന്ന് നിർദ്ദേശം നൽകുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു പരിപാടി ആസൂത്രണം വേണ്ടി പറ്റുമോ? തീർച്ചയായും അത് ഈ ശ്രീകണ്ഠപുരം പോലീസുമായി ബന്ധപ്പെട്ടുകൊണ്ട് അടിയന്തരമായ പരിഹാരമുണ്ടാക്കും. എൻ്റെ ശ്രദ്ധയിലും പെട്ടിട്ടുണ്ട്. കാരണം ഒരാൾ വന്നൊരു വിശന്നിട്ടൊരു ചായ കുടിക്കാൻ ഒരു കടയുടെ മുമ്പിൽ നിർത്തുകയാണ്. അവിടെ പാർക്കിങ്ങിന് അനുമതിയില്ല, ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട്. അങ്ങനെ നിരപരാധികളായ ഒരുപാട് ആളുകളുടെ പേരിൽ കേസ് വന്നതായിട്ട് എനിക്ക് ഒരു അഭിഭാഷകൻ എന്ന രീതിയിലും അല്ലാതെയും ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ എനിക്കറിയാൻ സാധിച്ചൊരു കാര്യമാണ്. കാരണം അതിനൊരു ശാശ്വത പരിഹാരം ഉണ്ടാക്കും. നമുക്കറിയാം, ഞങ്ങളേറെ വെല്ലുവിളി ഏറ്റെടുത്തുകൊണ്ടാണ് ശ്രീകണ്ഠപുരം നമ്മുടെ ബസ് സ്റ്റാൻഡ് നവീകരണവുമായി ബന്ധപ്പെട്ട ഓടയുടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നമുക്ക് സ്വകാര്യ വ്യക്തി അതുമായി ബന്ധപ്പെട്ട് കോടതിയിൽ കേസ് പോലും ഫയൽ ചെയ്തിട്ടുണ്ട്, സ്ഥലം ഞങ്ങളുടേതാണെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ശ്രീകണ്ഠപുരം ബസ് സ്റ്റാൻഡ് ടാർ ചെയ്തിട്ട് നവീകരിക്കേണ്ടതുണ്ട്. കാരണം നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ പലപ്പോഴും കാണുന്നത് വെച്ചാൽ ടാർ ചെയ്യുന്നു, പിന്നീട് ഓട വരുന്നു, പിന്നീട് കുത്തിപ്പൊളിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുവരുന്നത്. നമ്മുടെ മെയിൻ റോഡ് എടുത്താലും അത് തന്നെയാണ് സ്ഥിതി. അത് വൈവിധ്യമാർന്ന പല ആളുകളും വാട്ടർ അതോറിറ്റി, KSEB തുടങ്ങിയ ആളുകൾ പിന്നീട് അത് കുഴിക്കാൻ തുടങ്ങുക. എത്രയോ പണം മുടക്കി നവീകരിച്ച റോഡുകളെല്ലാം തന്നെ റോഡ് പണി കഴിഞ്ഞതിന് ശേഷം പൊട്ടിപ്പൊളിക്കുന്ന ഒരു അവസ്ഥയാണ് നമ്മുടെ മുമ്പിലുള്ളത്. അതിനൊരു മാറ്റം വരുത്തണം എന്ന രീതിയിലാണ് ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഫണ്ട് വിനിയോഗം. അത് സുതാര്യമാക്കണം, അത് യാഥാർത്ഥ്യമാക്കണം എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ആദ്യം ഓട നവീകരിക്കുക, അതിനുശേഷം മാത്രം ടാറിങ് മതി എന്ന തീരുമാനം എടുത്തിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കറിയാം, ആ ഓട ഒന്ന് പുനർനിർമ്മിച്ചാൽ തന്നെ ടൗണിലെ ഏതാണ്ട് ഒരു ദുർഗന്ധം വമിക്കുന്ന ചില സാഹചര്യത്തിനൊരു മാറ്റം വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. നമുക്കറിയാം, ഏതാണ്ട് ശ്രീകണ്ഠപുരത്തെ വ്യാപാരികളൊക്കെ അതിനനുസൃതമായി മാറ്റത്തിന് വിധേയമായിട്ടുണ്ട്. അവരൊക്കെ പൂർണ്ണ സഹകരണം അതിന് വാഗ്ദാനം ചെയ്തിട്ടുണ്ട് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ നമ്മൾ കളിസ്ഥലത്തിന്റെ കാര്യം പറഞ്ഞു. നമ്മൾ തൊട്ടടുത്ത പഞ്ചായത്തുകളെയാണ് ഇപ്പോൾ ടർഫിന് പോലും നമ്മൾ ആശ്രയിക്കുന്നത്. ഇപ്പം ചെങ്ങളായിൽ പോകുന്നു, വളക്കയിൽ പോകുന്നു, കുട്ടികൾ വൈകുന്നേരമായ. അപ്പോൾ അത്തരം സാഹചര്യവും നമുക്കില്ല. അത്തരം സംരംഭങ്ങളും നമുക്ക് കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ഇതൊക്കെ പറയുമ്പോഴും പ്രഥമമായിട്ട് നമ്മൾ കൊടുക്കേണ്ടുന്ന ഒരു പരിഗണന എന്ന് പറയുന്നത് നമ്മുടെ ശ്മശാനത്തിന്റെ വിഷയമാണ്. കേരളത്തിൽ തന്നെ ഒരു മുനിസിപ്പാലിറ്റിയിൽ ശ്മശാനം അടച്ചുപൂട്ടിയ ഒരു സാഹചര്യം നമ്മുടെ ശ്രീകണ്ഠപുരം മുനിസിപ്പാലിറ്റിക്ക് ഉണ്ടായിട്ടുള്ളത്. അത് ചർച്ച ഒരുപാട് മാധ്യമങ്ങൾ ചെയ്തൊരു വിഷയമാണ്. പ്രഥമമായിട്ടും ആദ്യമായിട്ടും ഇതിനൊരു പരിഗണന കൊടുക്കേണ്ടുന്ന വിഷയം തന്നെയാണ്. ഒരുപാട് റീഫണ്ടുകൾ വെച്ചുകൊണ്ട് അതിൻ്റെ പ്രൊജക്റ്റുകളൊക്കെ ചെയ്തപ്പോഴും അതൊക്കെ പരാജയപ്പെടുന്ന ഒരു സ്ഥിതിയാണ് നമ്മുടെ മുമ്പിലുണ്ടായിട്ടുള്ളത്. EV രാമകൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചെയർമാൻ അധികാരമേറ്റ് കഴിഞ്ഞ് ആദ്യമായിട്ട് ഈ നഗരസഭയുടെ ശ്മശാനത്തിന് ഏത് രീതിയിലുള്ള കർമ്മപദ്ധതിയാണ് ഓൺ ചെയ്യാൻ വേണ്ടി പോകുന്നത്? അത് നമ്മളൊരു യാഥാർത്ഥ്യങ്ങൾ പലപ്പോഴും നമ്മൾ പരസ്പരം മനസ്സിലാക്കേണ്ടതുണ്ട്. നഗരസഭ ഒരു ശ്മശാനം ആരംഭിച്ചു. അതിന് നമുക്കറിയാം അനുമതികൾ വാങ്ങേണ്ടതുണ്ട്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൻ്റെ അനുമതി ഇല്ലാതെയാണ് നമ്മളത് പ്രവർത്തനം ആരംഭിച്ചത്. ഇപ്പോൾ നമ്മുടെ മേഖലയെ സംബന്ധിച്ചിടത്തോളം പല മതത്തിൽപ്പെട്ട ആളുകൾക്കും, കാരണം എനിക്ക് തോന്നുന്നു ഒരു 55% ആളുകൾ, അതിലൊരു 35-38% ആളുകൾ ക്രൈസ്തവ വിഭാഗത്തിൽപ്പെട്ട ആളുകളാണ് നമ്മുടെ പ്രദേശത്ത്. പിന്നീട് ഒരു മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകളും ഒരു 20% ആളുകൾ വരുന്നുണ്ട്. ഏതാണ്ട് ഒരു 55-60% ആളുകൾ ആ രീതിയിൽ അവർക്ക് ഇതിൻ്റെ ഒരു പ്രാധാന്യം ഉപയോഗിക്കാൻ സ്ഥലങ്ങളുണ്ട്. അവർക്ക് അതിൻ്റെ ആവശ്യമില്ല. മറിച്ച് നമ്മുടെ പല മേഖലയിലും നമ്മുടെ സാമുദായിക ശ്മശാനങ്ങൾ ഒരുപാട് സാമുദായിക ശ്മശാനങ്ങളുണ്ട്. നെടിയങ്ങ ബേസ് ചെയ്ത് എല്ലാ മതത്തിൽപ്പെട്ട ആളുകൾക്കും ഉണ്ട്. ഐച്ചേരിയുണ്ട്, വെള്ളരിഞ്ഞിയുണ്ട്, കൊയിലയുണ്ട്, കാഞ്ഞിലേരിയുണ്ട്. അപ്പോൾ സ്വാഭാവികപരമായും നമ്മുടെ ഒരു മാസത്തിൽ എനിക്ക് തോന്നുന്നു എന്ന് വെച്ചാൽ നമ്മൾ പരിശോധിച്ച് നോക്കുമ്പോൾ, ഞാൻ ഇന്നലെ സെക്രട്ടറിയുമായൊരു അവലോകനം നടത്തി ഇതുമായി ബന്ധപ്പെട്ട് എന്താണ് അതിൻ്റെ പ്രശ്നമെന്ന് നോക്കിയപ്പോൾ, മാസത്തിൽ 1-2 ഡെഡ് ബോഡിയാണ്
അവിടെ കൊണ്ടുവരുന്നത്. അപ്പോൾ ഒരു വാതക ശ്മശാനമായി മാറ്റണമെങ്കിൽ 3 കോടി രൂപയോളം നമുക്കതിന് ചെലവ് വരും. മാത്രമല്ല ഇപ്പം നിലവിലുള്ള അത് ഒന്ന് നവീകരിച്ച് മുന്നോട്ട് പോകുക എന്ന് പറഞ്ഞ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് പറഞ്ഞിരിക്കുന്നത് 30 അടി ഹൈറ്റുള്ള പുകക്കുഴൽ വെക്കണം. അപ്പോൾ 30 അടി ഹൈറ്റുള്ള പുകക്കുഴൽ വെച്ചാൽ നമുക്ക് തൽക്കാലം അത് തുറന്നു പ്രവർത്തിക്കാൻ ആവശ്യമായ സാഹചര്യമുണ്ടാവും. പക്ഷെ 30 അടി ഹൈറ്റിൽ വെക്കുമ്പോൾ അതിനുള്ള പശ്ചാത്തല സൗകര്യങ്ങൾ ഒരുക്കേണ്ടതുണ്ട്. അത്രയും ദൂരത്തിൽ നിൽക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു കേരളത്തിൽ എവിടെയും തന്നെ 30 അടി ഹൈറ്റിലുള്ള പുകക്കുഴലുള്ളതായിട്ട് എൻ്റെ ഓർമ്മയിലില്ല. അപ്പോൾ ഇത്തരത്തിലുള്ള ഒരു ഡിമാൻഡ് അവിടെ നിന്നുണ്ടായപ്പോൾ പ്രദേശവാസികൾക്ക് സ്മെല്ല് വരുന്നു എന്നതാണ് ഒരു പരാതി. അതില്ല എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ സ്വാഭാവികപരമായി അന്ന് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ചേപ്പറമ്പിൽ വീടുകളുടെ എണ്ണം കുറവായിരുന്നു. ഇപ്പോൾ തൊട്ടടുത്ത പ്രദേശങ്ങളിലൂടെ നഗരസഭയിൽ നിന്ന് പെർമിറ്റ് എടുത്തിട്ടാണ് ആളുകൾ വീട് വെക്കുന്നത്. സ്വാഭാവികമായും വീട് പെർമിറ്റ് അനുവദിക്കാനുള്ള ഒരു സാഹചര്യമുണ്ട് എങ്കിൽ അത് അനുവദിക്കാതിരിക്കാനും പറ്റില്ല. അവിടെ ശ്മശാനമുണ്ട്, അതുകൊണ്ട് പറ്റില്ല എന്ന് പറയാൻ നിയമം അനുവദിക്കുന്നുമില്ല. അപ്പോൾ ഇപ്പോഴുള്ള അടിയന്തര മാർഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു 30 അടി ഹൈറ്റിൽ എങ്ങനെ സ്ഥാപിക്കാൻ പറ്റും എന്നുള്ളതാണ് ഞങ്ങൾ ആലോചിക്കുന്നത്. അത് ആലോചിച്ച് ഉടനടി അതിനൊരു പരിഹാരം ഉണ്ടാവും എന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പോൾ അതിനൊരു ശാശ്വതമായ പരിഹാരം കാണാം. ശാശ്വതമായ പരിഹാരം തീർച്ചയായും കാണും. എന്തിനായാലും ഞങ്ങളത് എന്ന് വെച്ചാൽ ഒരു നഗരസഭ അധികാരത്തിൽ ഏറ്റപാട് തന്നെ നമുക്കറിയാം ചെയ്യാനുള്ള പരിമിതികൾ എന്ന് പറയുന്നത് നിയമപരമായ ഇതിൽ നിന്നും മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റൂ. ഒരു പോക്കോളിൽ നമ്മളിനിയിപ്പം അന്ന് കൊടുത്തതിന് ഇനി ഒരു 30 അടിയാക്കി മാറ്റണമെങ്കിൽ അത് ഒരു തീരുമാനമെടുത്ത് അതിനാവശ്യമായ ഫണ്ട് അനുവദിച്ച് മാത്രമേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കൂ. വേറൊരു കാര്യം, നമ്മുടെ ഇപ്പം തൊട്ടടുത്ത പഞ്ചായത്ത് പരിശോധിക്കുമ്പോൾ നമ്മൾ ചെങ്ങളായിൽ ഇപ്പോൾ വാതക ശ്മശാനം ഓപ്പൺ ചെയ്യാൻ വേണ്ടി പോവാണ്. അതിന്റെ പരിപാടി നിർമ്മാണം പൂർത്തീകരിച്ചു. മലപ്പട്ടം പഞ്ചായത്ത് അതിന്റെ നടപടികൾ ആരംഭിച്ചു കഴിഞ്ഞു. അത് ട്രാക്കിലായി എന്ന് പറയുമ്പോഴും നമ്മളിപ്പോഴും ആലോചിക്കുക എന്ന് പറയുമ്പോഴും അതിന്റെ ഒരു എത്രയോ പുറകിലാണ് നഗരസഭ എന്ന് പറയുന്നത് ശ്രീകണ്ഠപുരം എന്നുള്ളത്. അതിനകത്ത് നിങ്ങൾ പറഞ്ഞതിലൊരു പ്രശ്നമുണ്ട്. നമ്മൾ മലപ്പട്ടം എടുത്തു കഴിഞ്ഞാൽ 90% ആളുകളും ഒരു ഹൈന്ദവ സമൂഹത്തിൽപ്പെട്ട ആളുകളാണ് അവിടെ താമസിക്കുന്നത്. അപ്പോൾ സ്വാഭാവികപരമായി അവരെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യമായ ഒരു കാര്യമാണ്. ഞാനവിടെ പോയിട്ടുണ്ട്. നല്ല അതിമനോഹരമായ രീതിയിൽ തന്നെ അത് നിർമ്മിച്ചിട്ടുണ്ട്. നമ്മൾ അവിടെ നിന്നാൽ പോലും നമുക്കൊരു സ്മെല്ല് അനുഭവപ്പെടാത്ത രീതിയിൽ വാതക ശ്മശാനം കൈകാര്യം ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നമുക്കറിയാം ഈ ശ്രീകണ്ഠപുരത്തിൻ്റെ ഒരു ഭൂമിശാസ്ത്രപരമായ ഒരു പ്രശ്നം എടുത്തു കഴിഞ്ഞാൽ അടൂരിൽ നിന്നും നമ്മുടെ ബോർഡറിൽ നിന്നും ഒരു 3 കിലോമീറ്ററേ ഉള്ളൂ മലപ്പട്ടം വാതക ശ്മശാനത്തിലേക്ക്. കക്കണ്ണംപാറയിലേക്ക് നെടിയങ്ങ എന്ന് പറഞ്ഞാൽ നമ്മളെ തൊട്ടടുത്ത ബോർഡറിലാണ് കക്കണ്ണംപാറയിൽ ഈ പറയുന്ന ചെങ്ങളായി പഞ്ചായത്തിൻ്റെ ശ്മശാനം. അവിടെ രണ്ടും പരിശോധിച്ചു കഴിഞ്ഞാൽ യാതൊരുവിധ ജനവാസ മേഖലയും അല്ലാതെ കൊണ്ട് തന്നെ നമ്മുടെ ആളുകൾക്ക് ശ്രീകണ്ഠപുരത്തേക്ക് വരുന്നതിനേക്കാൾ എളുപ്പം, ചേപ്പറമ്പിലേക്ക് വരുന്നതിനേക്കാൾ എളുപ്പം ഈ മലപ്പട്ടത്തിൻ്റെ അങ്ങോട്ട് പോകുന്നതും ഈ കക്കണ്ണംപാറയിലേക്ക് പോകുന്നതായിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികപരമായും ഒരു നഗരസഭയെ സംബന്ധിച്ചിടത്തോളം ഒരു ശ്മശാനം അനിവാര്യമാണ്, അത്യന്താപേക്ഷിതമാണ്. അപ്പോൾ അതിന് നിങ്ങൾ പറഞ്ഞ തുടക്കം കുറിക്കുന്നേ ഉള്ളൂ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത്രയേ ഉള്ളൂ, അങ്ങനെ പറയാൻ പറ്റൂ. അതിൻ്റെ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഈ 3 കോടി രൂപ എന്ന് വെച്ചാൽ ഓൺ ഫണ്ട് എന്ന് അനുവദിച്ച് നമുക്കൊരു വാതക ശ്മശാനം ഉണ്ടാക്കാൻ പറ്റില്ല. അതിന് ഗവൺമെൻറ് അനുമതി വേണം. കിഫ്ബിയുമായി അക്കാര്യം സംസാരിച്ചപ്പോൾ കിഫ്ബി പറയുന്ന ഒരു കണക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊന്നുകിൽ ലോണായി തരും, ലോണായി തന്നെ നമ്മൾ തിരിച്ചടക്കേണ്ടി വരും. ഫണ്ടായി തരണമെങ്കിൽ അവർ പറയുന്നതിൻ്റെ ഒരു അടിസ്ഥാനപരമായ വിഷയം എന്ന് പറയുന്നത് എത്ര ബോഡിയാണ് അവിടെ വെക്കുന്നത്. നമ്മൾ ഈ വെറുതെ ഒരു മാസത്തിൽ 2 ബോഡി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 24 ബോഡി വെക്കാൻ വേണ്ടി 3 കോടി രൂപ ചെലവഴിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരും അതാരായാലും ഞാനായാലും നമ്മൾ ആരായാലും അത് തയ്യാറാവില്ല എന്നതാണ് അവർ നൽകിയ സൂചന. അതുമായി ചർച്ച നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എന്തു തന്നെ ആയാലും നമുക്ക് നമ്മൾ നാട് പുരോഗമിക്കുമ്പോൾ നമ്മളും അതിനനുസൃതമായി മാറണം. വാതക ശ്മശാനം ഇനി എത്ര രൂപ ചെലവിട്ടാലും ഞങ്ങൾ നടപ്പിലാക്കും. എനിക്ക് പറയാനുള്ളത് ഈ കാലാവധി തീരുന്നതിന് മുമ്പ് മാത്രമേ അതിൻ്റെ പ്രൊജക്റ്റ് ഇപ്പോൾ ആരംഭിച്ചാൽ പോലും നമുക്ക് പൂർത്തിയാക്കാൻ സാധിക്കൂ. പക്ഷെ നിലവിലുള്ള ഈ ശ്മശാനം ഈ പുകക്കോൽ വെച്ചാൽ നമുക്ക് പരിഹരിക്കാൻ പറ്റും. അതുകൊണ്ട് ആ പുകക്കോലിൻ്റെ നിർമ്മാണം അടിയന്തരമായി പരിഹരിച്ചുകൊണ്ട് അത് ഉപയോഗപ്രദമാക്കാൻ ഞങ്ങൾ ശ്രമിക്കും എന്നാണ് അതിനെക്കുറിച്ച് എനിക്ക് പറയാം. മറ്റൊരു കാര്യം കൂടി സൂചിപ്പിച്ചോട്ടെ, നമ്മൾ ശരിക്കും മലയോരത്തിൻ്റെ ഒരു സ്ഥിര കേന്ദ്രം ശ്രീകണ്ഠപുരം എന്ന് പറയുമ്പോഴും മലയോരത്ത് ഏറ്റവും കൂടുതൽ ടൂറിസ്റ്റ് കേന്ദ്രങ്ങളുള്ള ഒരു സ്ഥലം കൂടിയാണ് നമ്മൾ മലയോരം, പൈതൽ മല പോലെ. പക്ഷെ നമ്മൾ ശ്രീകണ്ഠപുരം നഗരസഭയെ ടച്ച് ചെയ്തുകൊണ്ട് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം ഇല്ല എന്നുള്ളത് ഒരു പോരായ്മയാണ്. അപ്പം നമ്മൾ ശ്രീകണ്ഠപുരം ടൗണിൻ്റെ തൊട്ടടുത്തൂടെ കിടക്കുന്ന പുഴയും ഭാഗങ്ങളും ഒക്കെ
ഒന്ന് സജ്ജമാക്കിക്കൊണ്ട് ഒരു ചിൽഡ്രൻസ് പാർക്കിനെങ്കിലും, നേരത്തെ പറഞ്ഞു ജൈവിക പാർക്കിലോ ചിൽഡ്രൻസ് പാർക്ക് രൂപീകരിക്കാമെന്ന് പറഞ്ഞു, ഒരു സായാഹ്നങ്ങൾ ചെലവിടാൻ ശ്രീകണ്ഠപുരത്ത് ഏതെങ്കിലും നഗരസഭയുടെ ഈ പറഞ്ഞ മേഖലകളിൽ ഒരു കർമ്മ പദ്ധതിക്ക് രൂപം കൊടുക്കാൻ വേണ്ടി നമുക്ക് കഴിയുമോ? നമുക്ക് തീർച്ചയായും കഴിയും. അപ്പോൾ അതിൻ്റെ ഒരു 2 പോരായ്മ എന്ന് പറയുന്നത്, ശ്രീകണ്ഠപുരത്ത് നമുക്ക് സായാഹ്നത്തിൽ ഇരിക്കാനും കുറച്ച് സമയം ചെലവഴിക്കാനും ഞങ്ങൾ ശ്രീകണ്ഠപുരത്ത് ചെറിയ ഒരു ശ്രമം കഴിഞ്ഞ നഗരസഭയുടെ കാലഘട്ടം നടത്തിയിരുന്നു. ശ്രീകണ്ഠപുരം പുഴയോട് തീർന്ന ഒരു പ്രദേശം നമ്മൾ അതൊരുക്കി. സ്വാഭാവികമായും നമ്മുടെ രാജ്യത്ത് ആർക്കും താമസിക്കാം, എല്ലാവർക്കും ഒരുപോലെ എൻജോയ് ചെയ്യാം. അവിടെ ജാതി മത വർണ്ണ വ്യത്യാസമില്ല, ഏത് സ്റ്റേറ്റുകാരനാണെന്നില്ല. പക്ഷെ അവിടെ എന്ന് പറയുന്നത് നമ്മൾ കുറച്ച് തൊഴിലാളികൾ, അന്യ സംസ്ഥാന തൊഴിലാളികൾ മാത്രം ഇരിക്കുന്ന ഒരു കേന്ദ്രമാക്കി മാറ്റി. അതിന് അവരെ ഞാൻ കുറ്റം പറയാൻ പറ്റില്ല. ഞായറാഴ്ചകളിൽ ധാരാളം ആളുകൾ വരുന്നു. അപ്പോൾ അവിടെ തികച്ചും എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു പാൻപരാഗും മറ്റ് പുകയില ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുന്ന ഒരു കേന്ദ്രമായി അത് മാറിയിട്ടുണ്ട് എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത്. അവിടെ 1-2 ചെറിയ ഒരു കടകളുണ്ട്. കടകൾ മീൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ എന്താ പറയുക, പെട്ടിക്കട. അപ്പോൾ ഹൈക്കോടതി ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് ആ പെട്ടിക്കട നമുക്ക് അവിടുന്ന് മാറ്റാൻ സാധിക്കാത്തത്. തികച്ചും ആ പെട്ടിക്കട വച്ചത് തന്നെ റോഡിൻ്റെ സൈഡിലാണ്. നിങ്ങൾക്കെല്ലാം അറിയാം, പത്രപ്രവർത്തകരെ നിങ്ങൾക്കെല്ലാം അറിയാം, നടന്നു പോകാൻ പ്രയാസം. അവിടെ പിന്നെ അവിടെ നിന്നായാലും അതിൻ്റെ പുറത്തുനിന്നായാലും ഇത്തരത്തിലുള്ള ഉൽപ്പന്നങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് അവിടെ ആളുകൾ വന്നിരിക്കുന്നതുകൊണ്ട് മറ്റുള്ളവർ ധൈര്യത്തിൽ പോകാൻ തയ്യാറാവുന്നില്ല. അപ്പോൾ മനോഹരമായ ലൈറ്റിംഗ് സംവിധാനവും ഇരിപ്പിടമൊക്കെ ഒരുക്കിയിട്ട് പോലും അത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. പിന്നീട് നമുക്കറിയാം, ശ്രീകണ്ഠപുരം നഗരസഭയുടെ ഒരു പ്രശ്നം സ്വകാര്യ വ്യക്തികളുടെ സ്ഥലമാണ്. നമുക്കവിടെ പ്രത്യേകിച്ച് സ്ഥലങ്ങളില്ല. നമുക്കറിയാം ആ കെട്ടിടത്തിൽ ഒരുപാട് ബിൽഡിങ്ങുകൾ എടുത്തിട്ടുണ്ട്, പക്ഷേ അത് ഉപയോഗിക്കാൻ പറ്റുന്നില്ല. അതിൻ്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം, സ്വകാര്യ വ്യക്തിയായാലും ആരും ആവട്ടെ, ഒരു ബിൽഡിംഗ് കെട്ടിയാൽ അതിന് അനുമതി കൊടുക്കാൻ നമുക്ക് സാധിക്കണം. നഗരസഭയ്ക്ക് അതിൽ താല്പര്യമില്ലാഞ്ഞിട്ടില്ല, പക്ഷെ സാധിക്കുന്നില്ല. അതിൻ്റെ കാരണം എന്താണ്? ഒരു വലിയ ബിൽഡിംഗ് എടുക്കുമ്പോൾ അതിനനുസൃതമായ റോഡ് സംവിധാനങ്ങൾ വേണം. നമുക്കറിയാം, നമ്മൾ വലിയ ബിൽഡിങ്ങുകൾ എടുക്കും, 100 റൂമുള്ള കടയെടുത്തിട്ടുണ്ട് ശ്രീകണ്ഠപുരത്ത്. പക്ഷെ ആ 100 കടയെടുക്കുമ്പോൾ അതിനാവശ്യമായ പാർക്കിംഗ് സൗകര്യം എടുക്കണം. ആ ബിൽഡിങ്ങിൽ വർക്ക് ചെയ്യുന്ന ആളുകൾക്ക് ആവശ്യമായ ബാത്റൂം സൗകര്യങ്ങൾ ഒരുക്കണം. ഇതൊന്നും ശ്രീകണ്ഠപുരത്ത് അന്യമാണ്. ശ്രീകണ്ഠപുരം നഗരത്തിൽ അന്യമാണ്. കാരണം കോടികൾ മുടക്കി ഒരു കെട്ടിട സമുച്ചയം ഒരുക്കാൻ സാധിക്കും, പക്ഷെ അതിൻ്റെ അകത്ത് വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കില്ല, ബാത്റൂം സൗകര്യങ്ങൾ നമ്മൾ ഉണ്ടാക്കില്ല. ഈ രീതിയാണ് പല ആളുകളും അനുവർത്തിച്ചു. അത് നമ്മളിപ്പോൾ മുമ്പ് പഞ്ചായത്ത് ആയിരുന്ന കാലത്ത് തന്നെ ലൈസൻസ് കൊടുത്ത ഒരുപാട് ബിൽഡിങ്ങുകൾ, പക്ഷേ ഈ രാമകൃഷ്ണന്റെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു വ്യക്തമായ ഒരു പാർക്കിംഗ് ഉള്ള ഒരു കോംപ്ലക്സ് പോലും നമ്മുടെ ശ്രീകണ്ഠപുരത്തില്ല. അത് നമ്മുടെ വലിയ പോരായ്മയാണ്. അതുകൊണ്ട് തന്നെ വൻകിട സ്ഥാപനങ്ങൾ, അതായത് വലിയ ബ്രാൻഡഡ് ഷോപ്പുകൾ ശ്രീകണ്ഠപുരത്തേക്ക് കടന്നു വരുന്നില്ല എന്നൊരു അപാകതയാണ്. അപ്പൊ ഇതിനെല്ലാം ഒരു പരിഹാരം വേണ്ടത് എന്ന് പറഞ്ഞാൽ ഇനി നടപ്പിലാക്കുന്ന പദ്ധതികളിൽ ഒരു ദീർഘവീക്ഷണം വേണം എന്നുള്ളത് തന്നെയല്ലേ? തീർച്ചയായും. കാരണം വെച്ചാൽ ഇനി അങ്ങോട്ടേക്ക് നമ്മളുടെ നഗരസഭയിൽ അനുവദിക്കുന്ന ബിൽഡിങ്ങുകൾക്ക് ആവശ്യമായ പാർക്കിംഗ് സൗകര്യം വേണം. ഞാനിപ്പോൾ ഒരു കടയുടെ പേര് പറയുകയല്ല, അത് ഞാൻ അങ്ങോട്ട് പോകുന്നില്ല. ഒരു പാർക്കിംഗ് സൗകര്യം ശ്രീകണ്ഠപുരത്ത് പിന്നെ ഒരു കട ഒരുക്കിയിട്ടുണ്ട്. പക്ഷെ സ്വാഭാവികവും വർഷകാലമായ അതിൻ്റെ അടിയിൽ വെള്ളം നിറയുക. ശ്രീകണ്ഠപുരത്തിൻ്റെ ഒരു പശ്ചാത്തലം എന്ന് പറഞ്ഞാൽ പുഴയോട് ചേർന്നൊരു പ്രദേശമാണ്. അപ്പോൾ ശ്രീകണ്ഠപുരത്ത് പാർക്കിംഗ് സൗകര്യം പിന്നെ ഒരുക്കിയ ഒരു സ്ഥാപനത്തിന്റെ അവസ്ഥയാണ് ഞാൻ പറഞ്ഞത്. അണ്ടർഗ്രൗണ്ടിൽ പാർക്കിംഗ് സൗകര്യം ഒരുക്കിയപ്പോൾ ആ അണ്ടർഗ്രൗണ്ടിൽ വെള്ളം നിറയുന്നു. നിങ്ങൾ ആലോചിച്ചു. അപ്പോൾ ആ രീതിയിലൊക്കെയാണ് നമ്മുടെ ഈ സ്ട്രക്ചറിൽ തന്നെ ഒരു മാറ്റം വരുത്തണം. ശ്രീകണ്ഠപുരത്തിന് അനുയോജ്യമായ, ശ്രീകണ്ഠപുരത്തിന്റെ ആ പരിസ്ഥിതിക്ക് അനുയോജ്യമായ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഉണ്ടാക്കി നമുക്ക് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ പറഞ്ഞു വെച്ചാൽ നമുക്ക് എന്താ വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അനുമതി കൊടുക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ഞാൻ പറഞ്ഞല്ലോ, 100 കണക്കിന് കെട്ടിടങ്ങൾ എവിടെയുണ്ട്. അതിനൊന്നും തികച്ചും പറഞ്ഞാൽ അനുമതിയില്ല. അതിൻ്റെ കാരണമെന്ന് പറഞ്ഞാൽ അങ്ങോട്ട് പോകാൻ റോഡ് സൗകര്യമില്ല. ബിൽഡിംഗ് ഉണ്ടായ കാര്യമുള്ളൂ, നടന്നു പോകാൻ റോഡ് വേണ്ടേ. അനുമതി കൊടുക്കാൻ ആവശ്യമായ യാതൊരുവിധ മാനദണ്ഡവും പാലിക്കാൻ ഇവരാരും തയ്യാറായിട്ടില്ല. ആ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കെട്ടിടം നിർമ്മിക്കാനും ഇവർ തയ്യാറായിട്ടില്ല. കോടികൾ കടം വാങ്ങി, ഞാനത് പേര് പറഞ്ഞില്ല, കോടികൾ കടം വാങ്ങി ബിൽഡിംഗ് കെട്ടിയിട്ട് അതൊരു റൂം പോലും വിൽക്കാൻ സാധിക്കാതെ, അതിനെ ഒരു പെർമിറ്റ് എടുക്കാൻ സാധിക്കാതെ, നമ്പർ എടുക്കാൻ സാധിക്കാതെ നിൽക്കുന്ന ഒരു സാഹചര്യം ശ്രീകണ്ഠപുരത്തുണ്ട്. നമുക്ക് എന്ത് തന്നെ വന്നാലും അതിനൊക്കെ പരിഹാരം കാണണമെങ്കിൽ നമുക്കറിയാം, ആരായാലും രക്ഷപ്പെട്ടേ മതിയാവും. അത് സ്വകാര്യ വ്യക്തി ആയാലും ആരായാലും. അപ്പോൾ അവർക്ക് രക്ഷപ്പെടാൻ ആവശ്യമായ ഒരു സാഹചര്യം ശ്രീകണ്ഠപുരത്ത് ഉണ്ടാകണമെങ്കിൽ കുറച്ച് ലിബറലൈസ് ചെയ്യാൻ നാട്ടുകാരും അതോടൊപ്പം തന്നെ ഉദ്യോഗസ്ഥന്മാരും എല്ലാം തയ്യാറാവണം. അങ്ങനെ തയ്യാറായിക്കൊണ്ട് നിലവിലുള്ള ബിൽഡിങ്ങുകൾക്കെല്ലാം ഒരു നമ്പർ കൊടുക്കുന്ന ഒരു സാഹചര്യത്തെക്കുറിച്ച് ഞങ്ങളൊന്ന് ആലോചിക്കും. കാരണം അത് കെട്ടിടങ്ങൾ എടുത്ത് അതൊരു സ്മാരകമായി മാറാതെ അതൊരു യൂസ്ഫുള്ളായി ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് ശ്രീകണ്ഠപുരം കൊണ്ട് മാറ്റിയെടുക്കാൻ ശ്രമിക്കും എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. അതുപോലെ തന്നെ നമ്മുടെ ജില്ലയിൽ തന്നെ ചില നഗരസഭകൾ നമ്മൾ വാർത്തകളിലൊക്കെ കണ്ടിരുന്നു,
വരുന്ന ആളുകൾക്ക് നഗരസഭയിൽ ചായ സൽക്കാരങ്ങൾ കൊടുക്കും. അതുപോലെ നഗരസഭയ്ക്ക് മുമ്പിൽ ഒരു പരാതിപ്പെട്ടി വെക്കും. മാസങ്ങൾക്കുള്ളിൽ അതിന് തീർപ്പ് കൽപ്പിക്കും. അത്തരം വ്യത്യസ്തമായ ചില പദ്ധതികളുമായിട്ടൊക്കെ ചില നഗരസഭകളും ചെയർമാന്മാരും ഒക്കെ മുന്നോട്ട് വന്നിട്ടുണ്ട്. നമ്മുടെ ശ്രീകണ്ഠപുരം നഗരസഭയ്ക്ക് ഇപ്പോൾ പിന്നെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളെല്ലാം ചുമതലയേറ്റ് കഴിഞ്ഞു. അത്തരം ഒരു കർമ്മ പദ്ധതി എന്ന നിലയിലും അത്തരം ഒരു വെറൈറ്റി ആയ എന്തെങ്കിലും ഒരു പ്രപ്പോസൽ ജനങ്ങൾക്ക് മുമ്പിൽ വെക്കാൻ വേണ്ടി ഞാനത് വന്നപാട് അത് ആലോചിച്ചിരുന്നു. നഗരസഭയുടെ ചെയർപേഴ്സണായി ചാർജ് എടുത്ത പാട് തന്നെ ഞാൻ അതിനെക്കുറിച്ച് ആലോചിച്ചു. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നഗരസഭയുടെ ഫണ്ട് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു ചായ കൊടുക്കാൻ കഴിയില്ല. നേരെ മറിച്ച് നഗരസഭ ചെയർപേഴ്സണെ നിങ്ങൾ കാണാൻ വരുമ്പോൾ ഒരു ചായ വാങ്ങിക്കൊടുക്കാനുള്ള പ്രൊവിഷനുണ്ട്. അതിനും പരിമിതികളുണ്ട്. നമുക്ക് രാവിലെ മുതൽ വൈകുന്നേരം വരെ ചെയർപേഴ്സണെ കാണാൻ വരുമ്പോൾ ചായ സൽക്കാരം നടത്താൻ പറ്റില്ല. പക്ഷേ നമുക്ക് എങ്ങനെ ഫണ്ട് ഉപയോഗിക്കാൻ പറ്റുക? എല്ലാ നഗരസഭ എങ്ങനെ ഉപയോഗിക്കുന്നത്? മറ്റ് കരാറുകാരിൽ നിന്നും പണം വാങ്ങിയിട്ടാണ്, അല്ലെങ്കിൽ മറ്റേതെങ്കിലും പെർമിറ്റ് കൊടുക്കുമ്പോൾ മറ്റുള്ളവരിൽ നിന്നും വാങ്ങിയിട്ട് മാത്രമേ കൊടുക്കാൻ പറ്റൂ. അതൊരു തരത്തിലുള്ള അഴിമതിയാണ് അല്ലേ? അപ്പൊ സ്വാഭാവികപരമായും ഞാനത് തുടക്കം കുറിക്കണം, ചായയും ഒരു ചെറിയ സ്നാക്സും കൊടുക്കണം എന്നാലോചിച്ച് ഉദ്യോഗസ്ഥന്മാരുമായി സംസാരിച്ചപ്പോൾ അതിന് ഒരു നഗരസഭയും കേരളത്തിൽ അതിന് നഗരസഭയുടെ ഓൺ ഫണ്ടോ സ്റ്റേറ്റ് ഫണ്ടോ യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് നമുക്കത് കൊടുക്കാൻ പറ്റില്ല. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം? ആ പ്രദേശത്തെ ആളുകളെ കണ്ട് ഒന്നുകിൽ കച്ചവടക്കാരല്ലെ പെർമിറ്റ് എടുക്കാൻ വരുന്നവർ അല്ലെങ്കിൽ മറ്റു കോറക്കാർ അവരോടൊക്കെ പറഞ്ഞ് എൻ്റെ അല്ലെങ്കിൽ നഗരസഭയുടെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പണം വാങ്ങിയിട്ട് വേണം ഇത് ചെയ്യാൻ. അപ്പോൾ അത് അതിലേറെ അപകടകരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഒരാളിൽ നിന്നും ഒരു രൂപ വാങ്ങിയിട്ട് ഒരു വർക്ക് ചെയ്യണം എന്ന കാര്യത്തിൽ എൻ്റെ ഒരു വ്യക്തിത്വത്തിന് നിരക്കാതെ കൊണ്ടും ഞാൻ അത്തരത്തിൽ ഇന്നേ വരെ എൻ്റെ രാഷ്ട്രീയ പ്രവർത്തന ജീവിതത്തിലും ഞാൻ അങ്ങനെ ഒരു രാഷ്ട്രീയക്കാരനായി മാറിയപ്പോഴും എനിക്ക് അതിന് സാധിക്കാത്തൊരു സാഹചര്യമുണ്ട്. അത് എൻ്റെ മനസ്സാക്ഷിക്ക് നിരക്കാതെ കൊണ്ട് ആണ് ഞങ്ങളത് തുടങ്ങാതിരുന്നത് എന്നാണ്. ഞാനത് മറ്റു നഗരസഭയെ കുറ്റപ്പെടുത്തുകയല്ല, നിങ്ങൾ കരുതരുത്. പക്ഷെ അങ്ങനെ ചെയ്യാൻ പറ്റും. അപ്പോൾ കഴിഞ്ഞ 10-35 വർഷക്കാലമായിട്ട് CPM ഭരിച്ചു വന്നിരുന്ന പഞ്ചായത്താണ് നമ്മൾ നഗരസഭയിലേക്ക് മാറുന്നത്. 3 വർഷമായിട്ട് ഇപ്പോൾ ഐക്യജനാധിപത്യ മുന്നണി ഭരണം നിയന്ത്രിക്കുന്നു. അപ്പോൾ തുടർച്ചയായിട്ട് ഹാട്രിക് വിജയമാണ്. അതൊരു ഭരണ തുടർച്ച എന്നുള്ളത് തന്നെയാണ് നമ്മൾക്ക് മുമ്പോട്ട് വെക്കാനുള്ളതും. അപ്പോൾ ശ്രീകണ്ഠപുരത്തിൻ്റെ ഈ സമസ്ത മേഖലകളിലും നമ്മൾ ടച്ച് ചെയ്തുകൊണ്ട് സംസാരിച്ചു. അപ്പം അതത് വാർഡുകളിലുള്ള കൗൺസിലർമാരും എല്ലായിട്ടും ഏകോപനം ഉണ്ടായിക്കൊണ്ട് തന്നെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളുമായി ആലോചിച്ചുകൊണ്ട് തന്നെ ശ്രീകണ്ഠപുരത്ത് നല്ലൊരു ഐക്യത്തിൽ തന്നെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടി എല്ലാ ഘട്ടത്തിലും ശ്രമിക്കും എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിക്കാനുള്ളത് അല്ലേ? തീർച്ചയായും. കാരണം കഴിഞ്ഞ 10 വർഷക്കാലം അങ്ങനെ തന്നെ ആയിരുന്നു. കാരണം നമുക്കറിയാം ഇനിയിപ്പോൾ അതിൽ രാഷ്ട്രീയത്തിനൊന്നും പ്രസക്തിയില്ല. നഗരസഭയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 31 കൗൺസിലർമാർ അധികാരമേറ്റാൽ അവിടെ ഭരണപക്ഷമോ പ്രതിപക്ഷമോ ഇല്ല. നമ്മളെല്ലാവരും കൗൺസിലർമാരാണ്. അതുകൊണ്ട് തന്നെ നമുക്കങ്ങനെ രാഷ്ട്രീയ വ്യത്യാസം നോക്കിയ ഒരു പ്രദേശത്തെ ഒഴിവാക്കിയിട്ട് കാര്യമില്ലല്ലോ. നമുക്ക് എല്ലാം വളരുമ്പോൾ മുഖം മാത്രം നന്നായാൽ പോരല്ലോ, ശരീരം മൊത്തം നന്നാവണമെന്ന് ഞാൻ അന്ന് ചാർജെടുക്കുമെന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ശ്രീകണ്ഠപുരത്തിന്റെ എല്ലാ മേഖലയും ഒന്നിച്ച് പുറകോട്ട് പോയിട്ടുള്ള ചില വാർഡുകൾ അവരെ പുറകോട്ട് അങ്ങനെ പോയിട്ടുണ്ടെങ്കിൽ ആ പുറകോട്ട് പോയ വാർഡുകൾ നമ്മൾ പരിശോധിച്ച് അതിന് ആവശ്യമായ കാര്യങ്ങൾ നമ്മൾ ചെയ്യും. കാരണം ഇപ്പോൾ നമുക്കുള്ളൊരു വിഷയം എന്ന് പറഞ്ഞാൽ ചില വാർഡുകളിൽ 700 ആളാണ്, ചില വാർഡുകളിൽ 1200 ആളുകളാണ്, 1300 ആളുകളുടെ വാർഡുകളുമുണ്ട്. അപ്പോൾ സ്വാഭാവികമായും ജനസംഖ്യ ആനുപാതികമായും ആ പ്രദേശത്തിൻ്റെ പ്രാദേശികപരമായ ഭൂമിശാസ്ത്രപരമായ ഘടന മനസ്സിലാക്കിക്കൊണ്ടും അതിനാവശ്യമായ വികസന പ്രവർത്തനങ്ങൾ നമ്മൾ ചെയ്യും, തുടരും. അതിന് യാതൊരുവിധ പക്ഷപാതമോ നമ്മൾ നടത്തില്ല. കാരണം ഞങ്ങൾ ജയിച്ചു വന്നു, അത് ജനാധിപത്യത്തിൻ്റെ ഭാഗമാണ്. ഒരു കക്ഷി ജയിച്ചു വരാം, ഭൂരിപക്ഷമുള്ള കക്ഷി ചെയർമാനാവും, സ്വാഭാവികം. പക്ഷെ എന്ന് വെച്ചിട്ട് അവിടെ കൗൺസിലറായ എല്ലാവർക്കും ഈ യോഗ്യതയുണ്ട്. ഈ യോഗ്യത എന്ന് പറയുന്നത് ജയിച്ചു വന്ന 31 കൗൺസിലർമാർക്കും ആ യോഗ്യതയുണ്ട്. അതുകൊണ്ട് ചെയർപേഴ്സൺ എന്ന പദവി ഉപയോഗിച്ചുകൊണ്ട് ആ അധികാരം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും എലിജിബിളായ എന്ന് വെച്ചാൽ എല്ലാവർക്കും യോഗ്യരായ ആളുകളാണ് അവിടെ ഉള്ളത്. അതുകൊണ്ട് തന്നെ അതിൽ ഒരു ചെയർപേഴ്സൺ എന്ന രീതിയിൽ ഞാൻ കാണുന്നത് മുഴുവൻ ആളുകളെയും ഒറ്റക്കെട്ടായി അവരുടെ എല്ലാ മേഖലയും ഒരുപോലെ, അതായത് ഒരു കൗൺസിലർക്കും രാഷ്ട്രീയത്തിൻ്റെ പരമായിട്ടുള്ള ഒരു വിവേചനം ശ്രീകണ്ഠപുരം നഗരസഭയിൽ അനുഭവപ്പെടില്ല. അതുകൊണ്ട് തന്നെ എനിക്കറിയാം എൻ്റെ മത്സരരംഗത്ത് തന്നെ എനിക്ക് ഒരുപാട് പ്രയാസങ്ങളും പ്രതിസന്ധികളുണ്ട്. എങ്കിൽ പോലും അങ്ങനെ ആരോടും പക്ഷപാതം കാണിക്കാനോ അല്ലെങ്കിൽ ആരോടും ആ രാഷ്ട്രീയ വിദ്വേഷം കാണിക്കാനോ ഉള്ളൊരു സ്ഥലമായി ശ്രീകണ്ഠപുരം നഗരസഭയെ ഉപയോഗപ്പെടുത്തില്ല. ശ്രീകണ്ഠപുരം നഗരസഭ എന്ന് പറഞ്ഞാൽ ഈ പ്രദേശത്ത് അധിവസിക്കുന്ന മുഴുവൻ ആളുകൾക്കും ഒരുപോലെ ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾ കാര്യങ്ങൾ ചെയ്യും. എനിക്ക് ഒരു കാര്യം മനസ്സിലായിട്ടുണ്ട്, പലരുടെ ഇടയ്ക്കേക്കും നമുക്ക് ഈ പറയുന്ന ഈ ആനുകൂല്യങ്ങൾ എത്തിക്കാൻ സാധിക്കുന്നില്ല. ഞാൻ ഒന്ന് കാണുമ്പോൾ ഈ ആനുകൂല്യങ്ങളെല്ലാം ചില കേന്ദ്രങ്ങളിലേക്ക് മാത്രം എത്തുന്നതായിട്ടാണ് ഞാൻ കണ്ടുവരുന്നത്.
രണ്ട് പോരായ്മകളുണ്ട്. കാരണം അതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഈ പറയുന്ന ആനുകൂല്യങ്ങൾ അത് കുറച്ച് ആളുകൾ മാത്രമേ അറിയുന്നുള്ളൂ. അതിൻ്റെ ഉപയോക്താക്കളായി മാറുന്നത് കുറച്ചാളുകളാണ്. അത് കാലങ്ങളിൽ അങ്ങനെയാണ്. അത് കൃഷി വകുപ്പായാലും ഏത് വകുപ്പ് എടുത്തായാലും, കാരണം നമുക്ക് ആനുകൂല്യം അറിയുന്നവർക്കേ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നുള്ളൂ, അറിയാത്തവർക്ക് ലഭിക്കുന്നില്ല എന്നാണ് യാഥാർത്ഥ്യം. അപ്പോൾ അങ്ങനെയുള്ള ആളുകളെ കണ്ടെത്തി അത് അർഹരായ ആളുകളിലേക്ക് എത്തിക്കുക എന്നുള്ളൊരു ദൗത്യം കൂടെ ഈ നഗരസഭ ഏറ്റെടുക്കും. കാരണം സ്ഥിരമായി ഒരാൾക്ക് മാത്രം ലഭിക്കുന്ന രീതിയിൽ നിന്ന് മാറ്റിക്കൊണ്ട്, അങ്ങനെ ലഭിച്ച ആളുകളെ മാറ്റി നിർത്തിക്കൊണ്ട് മറ്റുള്ളവർക്ക് കൂടെ ആനുകൂല്യങ്ങൾ ലഭ്യമാക്കുന്ന തരത്തിലേക്ക് ഞങ്ങൾ മാറും എന്നാണ് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഈ വി രാമകൃഷ്ണൻ എന്ന് പറയുന്ന യുവജന നേതാവിനെ എല്ലാവർക്കും അറിയാം. പക്ഷേ ഒരു നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് കുടുംബ പശ്ചാത്തലം ഒന്ന് പരിചയപ്പെടുത്താം. ഭാര്യ, മക്കള്? എനിക്ക് എൻ്റെ ഭാര്യ ഒരു ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. മുത്തടത്ത് ഹയർ സെക്കൻഡറി സ്കൂളിലാണ് വർക്ക് ചെയ്യുന്നത്. അവിടുത്തെ കൊമേഴ്സ് വിഭാഗം ടീച്ചറാണ്. എനിക്ക് 2 മക്കളാണ്, 2 പെൺകുട്ടികളാണ്. മടമ്പം മേരിലാൻഡ് ഹൈസ്കൂളിലാണ് എൻ്റെ മക്കൾ പഠിക്കുന്നത്. എൻ്റെ മോളുടെ പേര് അപർണ എന്നാണ്. 10ാം ക്ലാസ്സിലാണ് മടമ്പത്ത് പഠിക്കുന്നത്. അതോടൊപ്പം തന്നെ എൻ്റെ 2ാമത്തെ മകൾ മടമ്പം മേരിലാൻഡ് ഹൈസ്കൂളിലാണ് പഠിക്കുന്നത്. അപ്പോൾ എന്നോട് ഇന്നലെ ഞാനൊരു CBSE സ്കൂളിൽ പോയപ്പോൾ എന്നോട് ചോദിച്ചു, എന്താണ് മക്കളെ അവിടെ പഠിപ്പിച്ചതെന്ന്. അപ്പോൾ എൻ്റെ മക്കളെ അംഗൻവാടിയിലും അതുപോലെ തന്നെ അതിന് ശേഷവും എയ്ഡഡ് സ്കൂൾ മാത്രമേ ഞാൻ ചേർത്തിട്ടുള്ളൂ. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് എൻ്റെ ഭാര്യ ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപികയാണ്. ഒരു എയ്ഡഡ് സ്കൂൾ അധ്യാപികയുടെ മക്കൾ സ്വാഭാവികപരമായും ആ എയ്ഡഡ് സ്കൂൾ തന്നെ പഠിക്കണം എന്നതാണ് എൻ്റെ ഒരു പോളിസി. അതിൻ്റെ ഭാഗമായി ഞാൻ എൻ്റെ മക്കളെ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തിട്ടില്ല. അതുകൊണ്ടാണ് പൊതുവിദ്യാഭ്യാസത്തിൽ തന്നെ പഠിപ്പിക്കും എന്നാണ്. എടുത്ത് പരിശോധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും, പല എയ്ഡഡ് സ്കൂൾ അധ്യാപകരുടെ മക്കളെയും ചേർത്തിരിക്കുന്നത് CBSE സ്കൂളിലാണ്. അവർ പഠിച്ച് ശമ്പളം വാങ്ങിക്കുന്ന എയ്ഡഡ് സ്കൂളിലും അവർ മക്കളെ പഠിപ്പിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എൻ്റെ ഒരു പ്രിൻസിപ്പളിൻ്റെ ഭാഗമായിട്ടാണ് ഞാൻ എൻ്റെ മക്കളെ എയ്ഡഡ് സ്കൂൾ മാത്രമേ പഠിപ്പിക്കൂ എന്നൊരു തീരുമാനം എടുത്തത് എന്നാണ് എനിക്ക് അതിനെക്കുറിച്ച് സൂചിപ്പിക്കാനുള്ളത്. അപ്പോൾ പ്രവർത്തനത്തിലും ഇത്തരം വ്യത്യസ്തമായ ചിന്താഗതിയും ഒക്കെ പുലർത്തുന്ന ഒരു നേതാവ് കൂടിയാണ് അഡ്വക്കേറ്റ് വി രാമകൃഷ്ണൻ. നമ്മൾ നേരത്തെ സംസാരിച്ചു, 40 വർഷത്തോളം 35 വർഷത്തോളം CPM ഭരിച്ചു വന്ന ഒരു ശ്രീകണ്ഠപുരം പഞ്ചായത്ത് പിന്നീട് നഗരസഭയാകുന്നു. അത് തുടർച്ചയായി ഹാട്രിക് ഭരണത്തിലേക്ക് UDF അധികാരത്തിൽ വരുന്നു. അതിൻ്റെ സാരഥ്യത്തിലേക്ക് അഡ്വക്കേറ്റ് വി രാമകൃഷ്ണൻ എത്തുന്നു. ഒരുപാട് ചർച്ചകൾ നമ്മൾ നടത്തി. ശ്രീകണ്ഠപുരം ടൗണിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഊന്നൽ നൽകും എന്ന് തന്നെയാണ് ഈ പുതിയ ചെയർമാൻ നമുക്ക് മുമ്പാകെ ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത്. PP രാഘവേട്ടന് ശേഷം ഡോക്ടർ KV ഫിലോമിന ടീച്ചർക്ക് ശേഷം അഡ്വക്കേറ്റ് വി രാമകൃഷ്ണൻ വീണ്ടും അതിൻ്റെ വികസനങ്ങൾ തുടർച്ച വഹിക്കും എന്നുകൂടിയുള്ള ഒരു സാക്ഷ്യപ്പെടുത്തൽ കൂടിയാണ് നമുക്ക് മുമ്പിൽ ഇപ്പോൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ക്യാമറ പേഴ്സൺ ഹരിയോടൊപ്പം വിനോദ് ജനാർദ്ദനൻ, നെയ്താര വിഷൻ. പരിശുദ്ധം ഈ സുവർണ സംസ്കാരം. പാറമ്പുഴയിൽ ജ്വല്ലേഴ്സ്, ശ്രീകണ്ഠപുരം.